സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആരും ഇരിക്കരുത്. എല്ലാവരും വേദപുസ്തകം കരത്തിലെടുക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ Now we are going to read a scripture from the word of God. ദൈവത്തിൻ്റെ വചനം വായിക്കാൻ പോവുകയാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 80 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 67 to 80, 80 വരെയുള്ള വാക്യം. ഐ ആം ഗോയിങ് ടു റീഡ് ഇൻ മലയാളം. നിങ്ങളുടെ ഭാഷയിൽ ഏതാണ് കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുക. സ്തോത്രം. ആ സമയത്ത് തർജ്ജിമയ്ക്കായിട്ട് പ്രിയ മിനി മുന്നോട്ട് കടന്നു വരും. എല്ലാവരും വേദപുസ്തകം എടുത്തെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ബഹുമാനത്തോടെ കരുത്തിലെടുക്കുക. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും അത് നോക്കുക. ഈ സമയത്ത് വചനം വായിച്ചിട്ട് ഞാൻ ചിൽഡ്രൻ ചർച്ചിൽ പോകാൻ പറയാം. അതുവരെ നിങ്ങൾ വചനം വായിക്കണം. ഈ സമയത്ത് വചനത്തോടുള്ള ബഹുമാനത്തിൽ നിൽപ്പാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ വായിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ അപ്പനായ സെഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്: ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്ന് നമ്മെ പകയ്ക്കുന്ന ഏവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തത് കൊണ്ടും നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാ പരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. അടുത്ത 2 വാക്യം കൂടെ നോക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ 2 വാക്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. Because of the tender mercy of our God, whereby the sunrise shall visit us from on high, to give light to those who sit in the darkness and in the shadow of death, to guide our feet into the way of peace. ദൈവത്തിന്റെ വചനത്തിനായി കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? സ്വർഗത്തിൽ നിന്ന് ഒരു പ്രകാശം ഭൂമിയെ സന്ദർശിച്ചിരിക്കുന്നു. എൻ്റെ സന്ദേശ തലവാചകം ഇതാണ്: ദ ഡോൺ ഫ്രം ഓൺ ഹൈ. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. എല്ലാവർക്കും ദൈവസ്ഥലിരിക്കുക. The light has visited us from heaven. That is the title of my message, the dawn from on high. ചിൽഡ്രൻസ് ചർച്ചിന്റെ സമയമാണ്. അണ്ടർ 10 years old kids move to children's church. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ പകൽ വന്ദനം ചെയ്യുന്നു. I greet you all in Jesus' name. ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ വേദപുസ്തകമായി നിങ്ങളുടെ മുമ്പിൽ പരസ്യമായി നിൽപ്പാൻ ആരോഗ്യവും ആയുസ്സും അവസരം നൽകിയ എൻ്റെ ദൈവത്തിന് ഞങ്ങൾ കുടുംബമായി നന്ദിയും നിങ്ങൾക്ക് വന്ദനവും അറിയിക്കുന്നു. Now I praise God for the opportunity that we could stand in good health with the word of God in front of you as a family. ഈ ആലയത്തിൽ ശരീര സാന്നിധ്യം കൊണ്ടുവന്നവരും ലൈവിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവ് ഈ പകൽ അനുഗ്രഹിക്കട്ടെ. Now may God bless everyone who are physically present here and those who are watching us online. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഞങ്ങളെ ഇന്ന് വിസിറ്റ് ചെയ്യുന്നു. നിങ്ങളെ ഞാൻ വന്ദനം ചെയ്യുന്നു. Our family friend is visiting us. Today I greet you. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ മധ്യേ ഉണ്ടായിരുന്ന ജെൻസൺ നമ്മുടെ മധ്യേ ഇന്നും ആരാധനയെ സംബന്ധിക്കുന്നു. ചൊവ്വാഴ്ച കഴിഞ്ഞ് പൈതലത്തിൻ്റെ ഭാര്യ ഉള്ള രാജ്യത്തേക്ക് മൂവ് ചെയ്യാണ്. ഇന്നും വന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയും ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം കൊടുക്കുകയും ചെയ്യും. Our dear brother Jensen is also with us. He is moving to Scotland in a couple of days. I praise God for him and for the opportunity that he is with us today. അടുത്ത ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. I want to share a small message with you in the next 30 minutes and we'll conclude and pray. വളരെ ശാന്തമായി ചില വചനങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I want to teach you from the word of God. ഈ കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട്
ലോകം ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. So we all know that this is a time that the whole world celebrate the birth of Jesus Christ. അതിൻ്റെ സന്ദേശങ്ങളാണ് ഈ മാസം മുഴുവൻ നമ്മുടെ കർത്തദാസന്മാർ നമ്മളോട് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. And the whole month we've been listening sermons regarding that particular theme from different men of God in our church. ഈ മാസത്തിലോ ഈ ആഴ്ചയിലോ ഈ ദിവസങ്ങളിലോ ആണ് കർത്താവ് ജനിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കർത്താവ് ജനിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്ന വസ്തുതയാണ്. When we don't have any assurance that Jesus was born on this particular day, it is our hope and firm faith that Jesus was born on a day. എന്നെ ശ്രദ്ധിക്കണം, സുവിശേഷത്തിൻ്റെ കാതലായ വിഷയമാണ് യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. It is the key word or key theme of the gospel is the birth of Jesus Christ. എന്നെ ശ്രദ്ധിച്ച് സുവിശേഷത്തിൻ്റെ നിർവചനം എന്ന് ബൈബിളിൽ ഒരാൾ ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗോസ്പൽ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട് ബൈബിളിൽ. പൗലോസ് പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ട്. So if anyone asks, what is gospel, there is a definition given in the Bible. 2 തിമോഥെയോസ് 2:8 ആണത്. It is in 2 Timothy chapter 2 verse 8. What is the definition of gospel? 2 Timothy chapter 2 verse 8. It reads like this. നോക്കാതെ പറഞ്ഞേ. ദാവീദിന്റെ സന്തതിയായി നോക്കാതെ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാണ് 9ാമത്തെ വാക്യം, അതാകുന്നു എന്റെ സുവിശേഷം. Remember that Jesus Christ of the seed of David was raised from the dead according to my gospel. 9 കാണിച്ചു. അതാകുന്നു എൻ്റെ ആദ്യമായി ഇത് കേൾക്കുന്നവരുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് അതാകുന്നു. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗോസ്പൽ. പൗലോസ് പറയുന്ന ഗോസ്പൽ ഡെഫിനിഷനാണ്. ഒന്നുകൂടെ 8ാമത്തെ വാക്യം കാണിച്ച മോനെ. 3 കാര്യം. യേശുക്രിസ്തു കർത്താവാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം. So the key theme or the cream of gospel is Jesus Christ. മക്കളെ, എന്താ ഞാൻ പറഞ്ഞേ? So what is it? യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം, ബൈബിളിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. Gospel is regarding Jesus Christ. He is the key point. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കപ്പെടാത്ത സുവിശേഷമല്ല. So if anyone is not preaching Jesus Christ, that is not gospel. കുറച്ചും കൂടെ യേശുക്രിസ്തുവിന്റെ ജീവിതം പഠിക്കുമ്പോൾ ഈ 3 കാലഘട്ടങ്ങളാണ് സുവിശേഷത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്. 1 അവന്റെ ജനനം, ഹിസ് birth, 2 ഹിസ് ഡെത്ത് and his resurrection. ഇത് 3 കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം. So if we learn more deeply, we can see that it's all about the birth, the death and resurrection of Jesus. കുറേ മാസം മുമ്പ് നമ്മുടെ ആർക്കീവിഷിൽ കാണും വാട്ട് ഈസ് ഗോസ്പൽ എന്നൊരു സന്ദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 2 കൊരിന്ത്യർ 15-ാം അധ്യായം വെച്ച് ഞാൻ പ്രസംഗിച്ച സന്ദേശം കിടപ്പുണ്ട്. We have a message here like in our archives that what is gospel. അതിൽ 2 കൊരിന്ത്യർ 15-ാം അധ്യായം പഠിക്കുമ്പോൾ 5 ഘടകങ്ങളാണ് സുവിശേഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. In 2 Corinthians chapter 15 we can see 5 divisions. 1 അവന്റെ ജനനം, his life, his 2 birth, his life അവന്റെ ജീവിതം, his life, 3 അവന്റെ മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല, കാൽവറി ക്രൂശിലെ യേശുവിന്റെ മരണം, and his death, specifically the crucifixion death, 4 അവന്റെ ഉയർപ്പ്, and his resurrection. മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. There is one more thing in ലിവിംഗ് ഹോപ്പ് ആണ്. എന്താണെന്നറിയാമോ? അവന്റെ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. ഈ 5 കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത്. The 5th thing is the second coming of Jesus Christ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജനനം സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. If that is the case, the birth of Jesus Christ is the foundation of the gospel. അതുകൊണ്ട് യേശുവിന്റെ ജനനം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട. നമ്മൾ ഈ സമയത്തെ യേശുവിന്റെ സുവിശേഷം സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയമാണ്. അങ്ങനെ ആഗ്രഹമുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്യുന്നുണ്ട്. Hallelujah. So we have to even though we don't celebrate with the world just as they celebrate, we use the every opportunity to share about the good news of the birth of Jesus Christ. ഈ ലൈവ് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ മോടെ കാര്യം പറയാണ് കേട്ടോണം. റൂത്ത് മോടെ ബർത്ത്ഡേ ആണ് ഇന്നലെ. So Ruth had her birthday the other day. കേൾക്കുന്നവരൊക്കെ സമ്മാനം കൊടുക്കണം എൻ്റെ കുഞ്ഞിന് കേട്ടോ. സ്തോത്രം. റൂത്ത് മോടെ ബർത്ത്ഡേയിൽ ഇവര് ബാക്കി ഫ്രണ്ട്സ് എല്ലാം കൂടെ മൂറി കയറി കിടന്ന് അങ്ങ് ബർത്ത്ഡേ ആഘോഷിക്കുക. റൂത്ത് ഇല്ലെന്ന് ഇരിക്കട്ടെ. So suppose all her friends are celebrating her birthday without Ruth.
ഇവിടെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് അവത്തങ്ങളൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഹന്ന ഫെയ്ത്തിന് കൊടുക്കുന്നു, സാറയ്ക്ക് കൊടുക്കുന്നു. രൂത്ത് ഇല്ല എന്ന് വിചാരിക്കാവൂ. എന്താണ് എൻ്റെ ആ ബർത്ത്ഡേയുടെ ഗുണം എന്ന് പറയുന്നത്? So suppose they all the friends bought gifts and like Hannah is giving to Grace but Ruth, the special person, is not there. What is that birthday about? കുഞ്ഞെ മിക്കവാറും യേശുക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാ. So most of the time this is how the world celebrates Jesus' birthday. കള്ളു കുടിക്കുന്നിടത്ത് യേശു വരുമോ? എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. Do you think when people are drunk Jesus be there? No, I don't think so. വഴക്കുണ്ടാക്കല്ലേ, ഞാനുള്ള കാര്യം പറയാം. യേശുവിന്റെ ജനന സമയത്ത് യേശുവിനെ ഇൻക്ലൂഡ് ചെയ്ത് വേണം നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ. So when we celebrate, let us make sure that it is inclusive of Jesus. യേശുവിനെ കൊണ്ടുവന്ന് ഒരു പുൽക്കൂട്ടിലോ റൂമിലോ ഒക്കെ തടച്ചിട്ട് യു സിറ്റ് there, I will come back എന്ന് പറഞ്ഞു പോകരുത് എന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ പറയുന്നത്. Don't put Jesus in a little crib or in a room and say, Jesus, you sit there, I will go celebrate. Don't do that. ഈശോയുടെ ബർത്ത്ഡേ സമയത്ത് അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ കർത്താവിന്റെ ജനന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു 10-12 ക്യാരക്ടേഴ്സ് നമുക്ക് ബൈബിളിൽ കാണാം. So surrounding the birth of Jesus Christ, we can see at least 10-12 major characters or figures. Of course, ആദ്യം ആരായിരിക്കണം? So who would be the first one anyway? എന്തോ കർത്താവാണ് ആദ്യത്തെ ഒരു ക്യാരക്ടർ. So the birth of Jesus Christ should be the first one. ഈശോയ്ക്ക് ജന്മം കൊടുത്ത മേരിയാണ്. So Mary, the mother who gave birth to Jesus. യേശുവിനെ വളർത്തച്ഛൻ എന്ന് പറയുന്ന ജോസഫാണ്. Joseph, who was the father who raised him. യേശുവിന് വഴിയൊരുക്കാൻ വന്നതായ യോഹന്നാൻ സ്നാപകനാണ്. And John the Baptist, who prepared the way for Jesus. അവരുടെ മാതാപിതാക്കളായ പറഞ്ഞേ ശഖറായും എലിസബത്തുമാണ്. It was Zachariah and Elizabeth who were also there. ദൂത് കൊണ്ട് പറയാനായിട്ട് പോയ ഏഞ്ചൽസ് ഉണ്ട്. And the angels are a major factor. കാണാനായിട്ട് പോയ ഷെപ്പേർഡ്സ് ഉണ്ട്. And the shepherds are there. അത് കഴിഞ്ഞ് ഇവരെ കർത്താവിനെ പോയി വണങ്ങാനായിട്ട് പോയ വൈസ്മാന്മാരുണ്ട്. So the Magi's or the wise men who went to worship Jesus. യേശുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് ആഗ്രഹിച്ച അന്നത്തെ കിങ് ദ ഹെറോദ് ഉണ്ട്. And Herod was there who somehow wanted to kill the newborn King Jesus. എന്നാൽ ഈശോയുടെ ബർത്ത് കാണാനായിട്ട് 500-ൽ പരം വർഷങ്ങൾ കാത്തിരുന്ന പടുവൃദ്ധന്മാരായ മനുഷ്യരുണ്ട്. There are also very, very old men and a woman who were waiting to see the birth of Jesus Christ. ആരുടെ പേരെന്ന് പറയാമോ? ഭയങ്കര വൃദ്ധരാവര്. They were very old. ശിമിയോനും ഹന്നയും. So it was Simeon and Hannah, very old people who was waiting for the fulfillment of the prophecy. രണ്ടാമധ്യായം 25 മുതൽ 40 വരെ വാക്യങ്ങളിൽ ഈ ശിമോനെ ഹന്നയെ കാണാൻ കഴിയും. You can see about Hannah and Simeon in the book of Luke chapter 2 verses 25 through 40. അവരെക്കുറിച്ച് 25 ലൂക്കോസ് സുവിശേഷം 2:25 പറയുന്നത് they were looking for the consolation of his people. ജനത്തിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നു എന്നാണ് പറയുന്നത്. They were looking for the consolation of his people, it says. അങ്ങനെയാണ് ഒരു കാര്യം മക്കൾ ശ്രദ്ധിക്കണമേ, യേശുവിന്റെ ജനനം ലോക ജനതയ്ക്ക് ഒരു ആശ്വാസമുള്ള വാർത്തയാണ്. So let me tell you that the birth of Jesus Christ is a good news for the world which brings comfort to everyone. മക്കളെ, ശിമോൻ എന്താ കാത്തിരുന്നറിയാമോ? So you know what Simeon was waiting for? ഞാൻ എൻ്റെ പഠനത്തിൽ മനസ്സിലായത് യെശയ്യാ പ്രവാചകന്റെ കാലത്ത് ഇത് പ്രവചന പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന ട്രൈബ് എന്താണ് പറയുക, സ്ക്രൈബ് ആയിരുന്നു എന്നാണ് ഞാൻ പറയാൻ മനസ്സിലായത്. So he was a scribe who was writing the book of the Bible during the time of prophet Isaiah. പുള്ളി ഇങ്ങനെ എഴുതിക്കൊണ്ട് യെശയ്യാ പ്രവചനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. So he was writing the prophecy of Isaiah. നമ്മുടെ പാസ്റ്റർ എന്തേ, ഡോക്ടർ ഓണി എന്തേ? ഓക്കെ, ഡോക്ടർ ഓണി ഇന്ന് പ്രസംഗിച്ച ഭാഗം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, so as this Simeon was writing the portion which was preached by Dr. Roni today, പുള്ളി പേന അങ്ങ് താത്തു വെച്ചു. so he put down the pen. എന്നിട്ട് ചോദിച്ചു, ഈ പറയുന്ന വ്യക്തി എനിക്ക് കാണാൻ പറ്റുമോ? And he was asking, can I see this man that I'm writing about? ഉടനെ ദൈവം പ്രത്യക്ഷപ്പെട്ടെന്നാ പറയുന്നത്. And then it says that God appeared to him. നീ അതുവരെ മരിക്കില്ല. You will not die until that day. ഇന്ന് പാസ്റ്റർ ഡോക്ടർ ഓണി പറഞ്ഞു ഏകദേശം 700 വർഷം വന്ന കർത്താവ് ഈ പ്രവചനവും കർത്താവിന്റെ ജനനവുമായിട്ട്. So there was a big difference of 700 years from the time it was written until Jesus was born. Maybe 500 to 700 years പുള്ളി ജീവിച്ചു. At least between 500 to 700 years that this man Simeon lived. ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞാൽ, if God has given you a promise, കണ്ണുകൊണ്ട് കാണാതെ നിന്റെ മരണമാണ് കാണത്തില്ല. you will not die until you see that promise. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു
പദ്ധതിയും പർപ്പസും ഉണ്ടെങ്കിൽ അത് വെളിപ്പെടാതെ അത് പറഞ്ഞ ദൈവം പലരും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വെളിപ്പെടാതിരിക്കില്ലെന്ന് ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളോട് ഊതു പറയുകയാണ്. So if God has given you a promise, until that promise come true, you will not see death. നിങ്ങൾ ആ വാക്യം ശിമോന്റെ കഥ വായിക്കുമ്പോൾ, ഞാനതല്ല പ്രസംഗിക്കുന്നത്, ശിമോന്റെ കാലം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ എല്ലാ ദിവസവും ആത്മനിയോഗത്തോടെ ആലയത്തിൽ വരുമെന്ന്. So I'm not going to preach about Simeon's thing, but there is one particular word that he will come every day to the Jerusalem temple. അങ്ങനെയാണെങ്കിൽ എവറി സൺഡേ ആയിരിക്കാം, അവർ സാറ്റർഡേ, അവർ സാറ്റർഡേയിലായിരിക്കാം, അല്ലെങ്കിൽ സൺഡേ ആയിരിക്കാം, ഏത് ദിവസമാകട്ടെ ആലയത്തിൽ വരുമ്പോൾ അവനൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. So every week, maybe Saturday or Sunday, when he comes, he has a special expectation. എന്തോ എക്സ്പെക്ടേഷൻ? So what is his expectation? മക്കളെ, എന്തോ സിമിയോൻ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ പറയണ്ട, സിമിയോന്റെ എക്സ്പെക്ടേഷൻ. So what was Simeon's expectation when he comes to church every week? 300 വർഷമായി, 350 വർഷമായി, 400 വർഷമായി, 500 വർഷമായി പുള്ളിയുടെ എക്സ്പെക്ടേഷൻ. ഇന്ന് ആലയത്തിൽ വന്നപ്പോൾ എക്സ്പെക്ടേഷൻ എന്താണെന്നറിയാം പുള്ളിയുടെ? So you know what is his expectation every time when he comes to the temple? എന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന സൺഡേ ആയിരിക്കാം ഇന്ന്. Maybe this is the day that I will see my promise. എന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന സൺഡേ ആയിരിക്കാം ഇന്ന്. Maybe this is the Sunday that fulfills my promise. ആത്മനിയോഗത്തോടെ ആലയത്തിൽ വന്നു എന്ന് എഴുതിയേക്കുന്നേ. And it says that he comes with the divine guidance to the temple. ആൾക്കാരുടെ കൂട്ടത്തിലല്ല, നിങ്ങൾ ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടെ പ്രതീക്ഷയോടെ ഈ ആലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോമിസ് തരാൻ ദൈവം ഇന്ന് ശക്തനാധികം തന്നെയാണ്. Not because in an ordinary way, but if you are visiting your temple with a special expectation, or God is able to give you and fulfill that expectation. ഞാൻ ഈ എക്സ്പെക്ടേഷനോടെ ഇവിടെ വരാൻ കാരണം എന്താ? No, you know why we come with expectation? കാരണം Reason ഞാൻ is, വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ എൻ്റെ ദൈവം ത്രോൺ ഓഫ് ഗ്രേസിൽ അവൻ കൺട്രോൾ ചെയ്യുന്ന, ഭരിക്കാൻ വേണ്ടി, മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി എൻ്റെ ദൈവം സിംഹാസനത്തിൽ ഇരിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്, ആ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്, 2 or 3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവന്റെ സാന്നിധ്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് ഇന്ന് രോഗസൗഖ്യം പ്രതീക്ഷിക്കാം, എനിക്ക് സമാധാനം പ്രതീക്ഷിക്കാം, എനിക്ക് വിടുതൽ പ്രതീക്ഷിക്കാം. കാരണം യേശു വാക്ക് പറഞ്ഞാൽ മാറുന്ന കർത്താവല്ല. because I have an assurance that my God is the king on the throne, and because he is still the king, I can expect peace from him, I can expect healing from him, I can expect him to fulfill every need of my life. ഈ കർത്താവിന്റെ ജനന സമയത്ത് ഈ 12 പേരെ നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ആയി കാണാനായിട്ട് പറ്റും. So like as I said, there are some 10-12 characters that we can see. മക്കളെ, ഇതിനെ ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാം ശ്രദ്ധിക്കണമേ. ഞാൻ വായിച്ച ആ ടെക്സ്റ്റിൽ തന്നെ നിന്നുകൊണ്ട് ചില കാര്യം നമ്മൾ പറയുകയാണ്. So from the text that I read, I want to share some things with you. യേശുവിനെ വഴിയൊരുക്കാൻ വന്ന യോഹന്നാന്റെ പിതാവ് സെഖരിയാവ് എന്ന പ്രവാചകൻ അല്ലെങ്കിൽ പുരോഹിതൻ. So Zechariah, who was the father of John the Baptist, who came to prepare the way for the Lord. പുള്ളിയോട് വന്ന് ദൈവം ദൂത് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിനെ തരും. And to Zechariah, the angel came and said, you will have a child. എപ്പോഴാ പറഞ്ഞേ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് എപ്പോഴാ പറഞ്ഞേ? So what was the occasion that this promise was given by the angel? ഡാനിമോനെ, എവിടെ വെച്ചാ പറഞ്ഞത്? So where was it? Where was the Zechariah when he got the? He was in the temple. ടെമ്പിളിനകത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് പറയാൻ, നിനക്ക് അടുത്ത വർഷം ഒരു. So when he was serving in the temple, is when the angel came and said, your prayer is answered, Zechariah, you will have a child. Conversation അങ്ങോട്ട് പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. So Zechariah was too old, he could not believe that thing. ദൈവം പറഞ്ഞു, നീ കുഞ്ഞിനെ പേരിടുന്നവരെ മിണ്ടായിരിക്കാൻ പറഞ്ഞു. So because he did not believe what was about to happen, the angel said, you will be muted, or you will not speak a word until the baby is born. And he could not speak until the baby was born. കുഞ്ഞ് ജനിച്ചു. And the baby is born now. അമ്മയുടെ പേരെന്താ മക്കളെ? ഹാനമോളെ, അമ്മയുടെ പേര്. So who is this mom? So her name was Elizabeth. എലിസബത്ത് കുഞ്ഞിനെ പേരിടാൻ വേണ്ടി പറഞ്ഞു, യോഹന്നാൻ എന്ന് പേരിടണം പറഞ്ഞു. So Elizabeth said, let's name the child John. ഉടനെ അപ്പനോട് ചോദിക്കാം, അപ്പനോട് ചോദിക്കണ്ടേ? ഒരു അഭിപ്രായം ചോദിക്കണ്ടേ? So they said, we also have to ask the opinion of the father. ചോദിക്കണ്ടേ? ചോദിച്ചു. എഴുതി കാണിക്കാൻ, പുള്ളിക്ക് എഴുതി കാണിക്കാൻ പേപ്പർ വരാൻ പറഞ്ഞു, എഴുതി കാണിക്കാന്ന് പറഞ്ഞു. So John could not speak, he said, give me a paper so that I can write down. എഴുതിയപ്പോൾ എക്സാക്റ്റ് ആ നെയിം തന്നെ. So he wrote exact name as John. ഉടനെ പുള്ളിയുടെ വായ് അങ്ങനെ തുറന്നു. So as soon as he wrote down the name, his mouth opened. തുറന്ന ഉടനെ കഴിഞ്ഞ കുറെ നാളായിട്ട് മിണ്ടാതിരിക്കില്ല, കലവലാന്ന് കുറെ പരാതി പറഞ്ഞ് നല്ല എഴുതിയേക്കുന്നേ.
So like he did not start complaining as soon as his mouth was opened. പുള്ളി പ്രവചിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്. He started prophesying and speak. That's what we read. പുള്ളി പ്രവചിക്കുകയാണ്. So this Zechariah started prophesying. എന്താ പ്രവചിക്കുന്നേ? You know what he was prophesying? ഈ മോനെ കുറിച്ച് അല്ലെങ്കിൽ ഈ യോഹന്നാനെ കുറിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് 76, 77 വാക്യങ്ങളാണ്. 76, 77 വാക്യങ്ങളാണ്. നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന്റെ വഴി ഒരുക്കാനും നമ്മുടെ ദൈവത്തിന്റെ ആ ടെൻഡർ മേഴ്സി ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന്റെ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായിട്ട് നീ ആ യേശുവിന്റെ മുമ്പേ നടക്കണം. ഇത് രണ്ട് വാക്യമേ ഉള്ളൂ യോഹന്നാനെ കുറിച്ച് സെക്കൻഡ് പ്രവചിക്കുന്നത്. So verses 76 and 77 out of what he prophesied were telling about John the Baptist, his son to be born. 67 മുതൽ ബാക്കിയുള്ള വാക്യങ്ങൾ മുഴുവൻ ഈശോയുടെ ജനനത്തെ കുറിച്ച് പ്രവചിക്കുക. But verses 67 onwards everything else was about Jesus Christ. എന്നോടുണ്ടോ? I hope you're following me. എന്നോടുണ്ടോ? Yes. എല്ലാവരും കണ്ണു തുറന്നിരുന്നേ. ആദ്യം ഉറക്കം വരുന്നോ? ഇല്ലല്ലോ. സ്വതന്ത്രം പുറത്ത് പോയി കാപ്പി വേണേ കുടിക്കാൻ ഉറക്കം വരുന്നവർക്ക് മാത്രം, ജോലി കഴിഞ്ഞ് വന്നവർക്ക് മാത്രം. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു 7 പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. So I'll share 7 points and we'll conclude. സ്വതന്ത്രം ഇമ്പോർട്ടൻ്റ് ആയ ഒരു 7ാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. So I have a very important thing as the 7th point, so I'll go fast. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യം, അതുകൊണ്ടാണ് ഈ ഉറക്കമൊക്കെ വരുന്നത് എനിക്കറിയാം. So because you all know this, that's why it's a little boring. എങ്കിലും ബോറിംഗ് എന്നല്ല, എല്ലാം അറിയാവുന്നതുകൊണ്ട്. Yeah. So because you know all these things, it becomes repetitive. പക്ഷേ ഈ 66 പുസ്തകങ്ങൾ അല്ലേ ഉള്ളൂ നമുക്കിതിങ്ങനെ പറയാനായിട്ട്. But it is from the word of God that we preach every day. നമ്മൾ ആൾക്കാർക്ക് എല്ലാം അറിയാമെന്നേ. So many times we feel like we know it all. ഞാൻ നിങ്ങളോട് ചോദിക്കുക, വെള്ളിയാഴ്ച പ്രസംഗിച്ച് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ അന്ന് വൈകിട്ട് വന്ന് പറഞ്ഞവരുണ്ട്, പാസ്റ്ററേ നല്ല മെസ്സേജ് ആയിരുന്നു, പക്ഷേ ഇങ്ങോട്ട് ചോദിച്ചാൽ ഇപ്പോൾ അറിയത്തില്ല. But if I ask you what did I preach on Friday, you told me, many people came and told me, Pastor, the message was good, but you may not remember it now. പക്ഷേ ഡോക്ടർ റോണി ഒരു അരമണിക്കൂർ മുമ്പ് പ്രസംഗിച്ച മെസ്സേജ് ചോദിച്ചേ, പിന്നെ 5-6 ആഴ്ചയായിട്ട് ഈ വാക്യം പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഓർത്തുന്നിരിക്കും. And sometimes we don't even realize what Dr. Ronnie preached 30 minutes ago. പക്ഷേ ഇന്ന് രാവിലെ പാസ്റ്റർ കല്യാൺ പ്രസംഗിച്ച മെസ്സേജ് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. But this morning in Telugu service, Pastor Kalyan preached a sermon that I won't forget. ഹമ്പിൾ ലൈവ് കേൾക്കുക, എൻ്റെ പ്രിയപ്പെട്ട കേൾക്കുക, നിങ്ങൾ ഹമ്പിൾ റിക്വസ്റ്റ്, അപ്പുറത്ത് വന്നിരിക്കല്ലേ, ഇവിടെ വന്നിരിക്കണം. ഈ പാപ്പട്ട എന്നെ കണ്ടോണ്ട, ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടോണ്ട ഇംഗ്ലീഷ് ഇടയ്ക്കിടയ്ക്ക് പറയും, മൊത്തം തെലുങ്കിൽ അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയും, കാരണം എന്നെ നോക്കിയിട്ടാ. എൻ്റെ ഹൃദയം കീറി മുറിച്ചു. തൻ്റെ അനുഭവം കൂടെ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം കീറി മുറിച്ചു. ഞാൻ ഒരു വാക്ക് പറയട്ടെ, ഇത് കേൾക്കാത്തവർക്ക് ഒരൊറ്റ സെന്റൻസ് പറയാം, ശ്രദ്ധിക്കണേ. യേശുവിൻ്റെ ജനനത്തിങ്കിൽ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. നക്ഷത്രം യേശുവിലേക്ക് വഴികാട്ടിയായി തീർന്ന നക്ഷത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്രിസ്മസ് സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ സ്റ്റാർ ആകണം. എങ്ങനെ? ഈശോയുടെ അടുക്കലേക്ക് ഒരുവനെ കൊണ്ടെത്തിക്കുന്ന സ്റ്റാറായി നിങ്ങൾ മാറണം. അതിനായി ഈ സന്ദേശങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്നത്. അതിനായി ഇന്ന് വൈകിട്ട് നമ്മൾ 1000കണക്കിന് ട്രാക്ട് പ്രിന്റ് ചെയ്ത് നമ്മൾ മാളിലേക്ക് പോകുന്ന ഉദ്ദേശം എന്തെന്നറിയാമോ? ഒരുവനെ കൂടെ യേശു എന്ന പ്രകാശം കൊണ്ട് അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം ചെയ്താട്ട്. അല്ലാതെ ആൽബനി ചർച്ചിന് കാശുകളുണ്ടായിട്ടൊന്നല്ല ഈ പണം മുടക്കുന്നത്. ഈ ആൽബനി പട്ടണത്തിൽ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിത്യജീവൻ സമ്മാനമായി കൊടുക്കാൻ യേശു ഭൂമിയിലേക്ക് വന്ന കഥ പറയാൻ വേണ്ടിയിട്ടാണെന്നേ. രണ്ടാമത് പിന്മാറ്റത്തിലേക്ക് പോയി നിൽക്കുന്ന ഒരു സമൂഹത്തോട് പറയുകയാണ്, അവന്റെ സ്കാർസ്, അവന്റെ മുറിപ്പാടുകൾ കാണിച്ചിട്ട് പറഞ്ഞു, മക്കളെ പോകല്ലേ, കം. യേശുവുമായിട്ട് നിന്നെ അടുത്തു കൊണ്ടുവരുന്ന ചില മുറിവുകൾ എനിക്കുണ്ടെന്നേ. എൻ്റെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ മുറിപ്പാടുണ്ട്. പോകുന്നിടത്തെല്ലാം ഞാൻ എൻ്റെ സ്കാർസ് കാണിക്കാൻ ഞാൻ മടിച്ച് കാണിച്ചിട്ടില്ല. ബ്രദറെ, നമ്മുടെ സ്കാർസ് കാണിക്കണം കേട്ടോ. ചിലർക്കൊക്കെ പഴയ സ്കാർസ് കാണിക്കുന്നത് വലിയ നാണക്കേടാ. പക്ഷേ എന്നെ ഈ വചനം പ്രസംഗിക്കാൻ വിളിച്ചതിനപ്പുറം എൻ്റെ യേശു എന്നെ ജയിലിൽ നിന്ന് വിളിച്ച് പറഞ്ഞറിയാമോ, നീ ടെസ്റ്റ് മണി മാത്രം പറഞ്ഞു, നിൻ്റെ സ്കാർസ് മാത്രം പറഞ്ഞാൽ മതി. എത്രയോ മനുഷ്യർ രക്ഷിക്കപ്പെടുന്നത് എൻ്റെ 20 വർഷത്തെ മിനിസ്ട്രി കണ്ടിട്ടെന്നറിയാമോ? നിന്റെ ജീവിതത്തിലെ മുറിപ്പാടുകൾ മാത്രം മറ്റുള്ള പറയാൻ തയ്യാറായാൽ ദൈവത്തിലേക്ക് മനുഷ്യർ അടുത്ത് വരും.
കരമൊന്നുയർത്തി കർത്താവിനെ ഈ ഭാഗം സ്തോത്രം ചെയ്താൽ Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, നിങ്ങൾ വന്ന് ഇവിടെ ഇരിക്കണം. കൂട്ടായ്മകൾ മുടക്കാതെ വരണം. 10:30 വരുന്ന പരിപാടി നിർത്തണം, 11 മണിക്ക് പരിപാടി നിർത്തണം. ദയവായി നിങ്ങൾ 9:30 വന്ന് അപ്പുറത്തിരിക്കരുത്, വന്ന് ഇവിടെ ഇരിക്കണം എന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ പ്രബോധിപ്പിക്കുന്നു. Let us കേൾക്കുക. be stars, that guide people to Jesus Christ. And if people have scars, let us also bring them to Jesus, that He will be able to heal them. എന്താണ് യേശുവിൻ്റെ ജനനത്തിങ്കൽ സംഭവിച്ചതെന്ന് താൻ പ്രവചിക്കുകയാണ്. So Zechariah is prophesying what happened during the birth of Jesus Christ. അതിന്റെ തലവാചകം പോലെ പുള്ളി ആദ്യം പറയുന്ന കാര്യം ഇതാണ്, ഗാഡ് വിസിറ്റഡ് ഹിസ് പീപ്പിൾ. കണ്ടായിരുന്നോ? അത് പോയിന്റ് അല്ല, അതാണ് തലവാചകം. So that is a title that he starts like God visited his people. എത്രാമത്തെ വാക്യം അത്? നിങ്ങൾ പറഞ്ഞു മിണ്ടിക്കേ, ഒന്നിച്ച് പ്രസംഗിക്കാം. അടുത്തൊരു 10 മിനിറ്റ് കേട്ടെ. എന്താണ് അവിടെ എഴുതിയേക്ക്? എത്ര വാക്യമാണ്? So verse 68. 68 എന്താ എഴുതിയേക്കുന്നേ? Blessed be the Lord God of Israel, for He has visited His people. ദൈവം ഭൂമിയെ സന്ദർശിച്ച കഥയാണ് യേശുവിന്റെ ജനനം എന്ന് പറയുന്നത്. So birth of Jesus Christ is the story of God visiting the earth. Amen. ആനമോൾ ഇന്ന് ആദ്യം എടുത്ത പാട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും എടുത്തല്ലോ. മോളെന്താ ഇന്ന് പാടിയേ? Light of the world. Light of the world. You step down into darkness. ഇതാണ് യേശുവിന്റെ ജനനത്തിന്റെ മെസ്സേജ്. So this is the story of the birth of Jesus Christ, that light stepped down into darkness. മക്കളെ, ഈ ഭൂമി ഉണ്ടാക്കിയ ദൈവം, the Lord who created the earth, അവൻ നമ്മെ വിസിറ്റ് ചെയ്യാൻ വന്നേ. He came to visit us. 113 സങ്കീർത്തനത്തിൽ അതിന്റെ ഒരു ആലങ്കാരിക പദം കൊടുത്തിട്ടുണ്ട്. 113 സങ്കീർത്തനം. In Psalms 113 we can see like a description of that. 6, 7, 8 വാക്യങ്ങളാണ്. Verses 5, 6 and 7 of Psalms chapter 113. ഞാൻ ഇങ്ങനെ പറയാ, ഉന്നതത്തിൽ വസിക്കുകയും, 5, 6 വാക്യം ചേർത്ത് പറയാ, ഉന്നതത്തിൽ വസിക്കുകയും ആകാശത്തിലും ഭൂമിയിലും ഉള്ളത് കാണാൻ തന്നെത്താൻ താഴ്ത്തിയ നമ്മുടെ ദൈവത്തെ പോലെ ആരുള്ളൂ എന്നാണ് 5, 6 വാക്യം ചോദിക്കുന്നത്. So the verses ask that who is like unto our God, who has humbled himself to come down and see what is in this earth, or who is in this earth. താങ്കളെ കാണാൻ വേണ്ടി ദൈവം ഭൂമി വിസിറ്റ് ചെയ്ത കഥയായത്. So this is the story that God came down to visit you. താങ്കളെ പോലെ ആയി തീർന്നു യേശു. And Jesus became like you. പാപമൊഴികെ സകലത്തിലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കഥയാ യേശു ജനനം എന്ന് പറയുന്നത്. And the story of Jesus Christ is that Jesus came down to this world to be with us, except for sin. എവിടെങ്കിലും ഇരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. We are not talking about some God who sits somewhere beyond the skies. ഇമ്മാനുവേൽ, അർത്ഥം പറഞ്ഞേ, അവൻ നമ്മുടെ കൂടെ വസിക്കാൻ വന്നെന്ന്. But we talk about a God whose name is Emmanuel, that means God is with us. എന്തിനാ 7-8 വാക്യം? സങ്കീർത്തനം 113 7-8 വാക്യം. Why is answered in verses 7 and 8? കണ്ടവർ ഉറക്കെ പറഞ്ഞേ. എളിയവൻ എന്നുള്ളതിന്റെ ബ്രാക്കറ്റ് നിങ്ങളുടെ പേര് എഴുതി വെക്കുക. പാവപ്പെട്ട എന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി, ദരിദ്രനായ എന്നെ ഗാർബേജിൽ നിന്ന് ഉയർത്തി. കേട്ടോ, എന്നിട്ട് എവിടെ ഇരുത്താനാ? 8 വാക്യം പറ, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്താൻ. മറ്റൊരു ക്വസ്റ്റ്യൻ, ദൈവത്തിന്റെ ചൈൽഡ് എന്ന പദത്തിലേക്ക് നിന്നെ ഉയർത്താൻ. So in order to bring us up to the position of a child of God. Amen. Amen. ദൈവത്തിന്റെ യൂണിവേഴ്സൽ സഭയുടെ ഭാഗമാക്കി നിന്നെ തീർക്കാൻ. And to make you become the part of universal church. ദൈവത്തിന്റെ പൈതൽ എന്ന പദവി തരാൻ. To give you the status of the child of God. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. My Jesus came down. ഈ സന്ദേശം കേൾക്കാതെ പോകരുത് കേട്ടോ, സന്ദേശം കേൾക്കാതെ പോകരുത്. അപ്പോ ദൈവം ഭൂമി വിസിറ്റ് ചെയ്തതാണ് യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. So the birth of Jesus Christ is the story of heaven visiting earth. എന്നിട്ട് ഇനി എന്തിനാ വിസിറ്റ് ചെയ്തേ? 7 കാര്യം പറയാം. Why? I will share 7 things. ഒന്നൊന്നായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ പിന്നെയും പ്രസംഗിക്കണമല്ലോ ഇത്. അതുകൊണ്ട് പോയിന്റുകൾ എഴുതും. 1 അവിടെ തന്നെ ആദ്യം ആ വാക്യം എന്തിനാണെന്നറിയാമോ? 1, God redeemed his people. തൻ്റെ ജനത്തിനെ വീണ്ടെടുക്കാനായെന്ന, മലയാളത്തിൽ ഉദ്ധരിക്കുക എന്നാണ്. ഇംഗ്ലീഷിൽ നിങ്ങളുടെ പുസ്തകം ഉണ്ടല്ലോ,
he redeemed. അവൻ നമ്മെ വീണ്ടെടുക്കാൻ വന്നു. In Luke chapter 2 verse 68 we read that God came to redeem his people. Verse 71 നോക്കിക്കേ, രണ്ടാമത്തത് വീണ്ടെടുപ്പ് എന്ന വിഷയം എനിക്ക് പറയാനുണ്ടെങ്കിലും Verse 71. അവിടെ എന്താ? God saved his people from their enemies. ശത്രുവിന്റെ കരത്തിൽ നിന്ന്, നമ്മെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന്, മനുഷ്യനെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ശത്രുവാകുന്ന പിശാചിന്റെ കരത്തിൽ നിന്ന് വിടുവിക്കാൻ, വിടുവിക്കാൻ യേശു ഭൂമി വന്നു. So in order to save us from our enemies, meaning Satan who would drag us to eternal death. 69ാമത്തെ വാക്യം, മലയാളത്തിൽ 69ാമത്തെ വാക്യം കൊടുത്തിട്ടുണ്ട്. Verse 69. God raised up a horn of salvation. ദാവീദിന്റെ പരമ്പരയിൽ ഒരു കൊമ്പിനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് എഴുതിയേക്കുന്നേ. So like number 3 is God raised up a horn of salvation. കണ്ടായിരുന്നോ നിങ്ങൾ ആ വാക്യം? കണ്ടായിരുന്നോ? എത്രാമത്തെ വാക്യം അത്? തന്റെ 71 മലയാളത്തിൽ നോക്കിയല്ലേ, 71 തോന്നുന്നു. തന്റെ ദാസനാ ദാവീദിന്റെ ഗൃഹത്തിൽ നമ്മുടെ രക്ഷയുടെ കൊമ്പ് ഉയർത്തി. എന്തിനാ? തന്റെ ജനത്തിന്റെ കിങ്ങായി ഭരിക്കാനായി ഒരു കൊമ്പിനെ, യേശുവിനെ ഉയർത്തിക്കൊണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, മുന്നോട്ട് പോകാം. So he has raised a horn of salvation to be the king of his people. നാലാമത്തത്, The fourth point, God showed his tender mercy towards us എന്ന പദമുണ്ട്. അവന്റെ ആർദ്ര കരുണ നമ്മോട് കാണിക്കാനായിട്ട് to show us his tender mercies to us. ഒരു വാക്കിൽ വിശദീകരിക്കട്ടെ, നീ കേൾക്കണമേ. എന്താ ദൈവം നമ്മോട് കാണിച്ച കരുണ? So what is this mercy that God showed to us? കൃപ എന്ന വാക്കിന്റെ അർത്ഥം, ഗ്രേസ് എന്ന വാക്കിന്റെ അർത്ഥം, Grace means അർഹിക്കാത്തത്. പറയുന്നേ, ഗ്രേസ് മോളെങ്കിലും പറഞ്ഞേ. അർഹിക്കാത്തത് നമുക്ക് തരുന്നതിനെയാണ് ഗ്രേസ് എന്നും, കരുണ എന്ന വാക്കിന്റെ അർത്ഥം അർഹിച്ചത് തരാതിരിക്കുന്നതുമാണ്. So grace is, when we receive what we don't deserve, and mercy is when we don't receive what we really deserve. ഡെഫിനിഷൻ മേഴ്സിയെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ പറയാം, നീ അർഹിച്ചൊരു കാര്യമുണ്ട്. പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം നിനക്ക് ഉള്ളപ്പോൾ ആ ന്യായവിധി നിനക്ക് നീ ഡിസോൾവ് ചെയ്തതാണ്. പക്ഷേ നിന്നോട് ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ ആ മരണം മാറിപ്പോയി എന്നുള്ളതാണ്. So what we really deserved is death, because we are all sinners, but God in his tender mercies has removed that death from our lives. പിതാവാ ദൈവം തന്റെ ആർദ്രത കരുണ കൊണ്ട് നമ്മോട് കാണിച്ച ദയയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നതെന്ന് പറയുന്നത്. So Jesus coming down to this world is his tender mercies. അതിനോട് ചേർന്ന വാക്യമുണ്ട്. എന്തെന്നറിയാമോ? അതെന്തെന്നറിയാമോ? 5ാമത്തത്, God remembered his holy covenant. പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഓർത്തിട്ടാണ് ഈ കരുണ കാണിച്ചെന്നാ പറയുന്നത്. And it is him remembering the holy covenant that he had to our fathers. ആ വാക്യം മലയാളത്തിൽ ഒന്ന് വായിച്ചേ, വേഗത്തിൽ വായിച്ചേ, മലയാളത്തിൽ വായിച്ചേ വാക്യം. പിതാക്കന്മാരോട് എന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞൊരു വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയുടെ fulfillment ആണ് യേശുവിന്റെ വരവ്. So it is a fulfillment of a promise which was given many years ago. എപ്പോഴാ വാഗ്ദത്തം പറഞ്ഞ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ? So when was this promise given? ഇന്നോട് പ്രസംഗിച്ച വാക്യം എന്താ? ഇന്ന് പ്രസംഗിച്ച വാക്യം എന്താ? Isaiah chapter 9. യെശയ്യാ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു ശിശു വരുന്നുണ്ട്. So it is through Isaiah that promise was given that a child will be born unto you. 7:14 വായിച്ചേ. Book of Isaiah chapter 7:14 എന്ന് വായിച്ചേ. Isaiah chapter 7 verse 14. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, എ സൈൻ ഓഫ് ഇമ്മാനുവൽ സൈൻ. കണ്ടോ, നിങ്ങൾക്കൊരു അടയാളം, ദൈവം നിങ്ങൾക്ക് അടയാളം. ഇസ്രായേലെ, അബ്രഹാമിന്റെ സന്തതിയെ, ദാവീദിന്റെ സന്തതിയെ, നിങ്ങൾക്കൊരു അടയാളം ഞാൻ തരും. I will give you a sign. Virgin shall. 700 വർഷം മുമ്പ് പിതാക്കന്മാരോട് വാഗ്ദത്തം പറഞ്ഞു, ഒരു ശിശു ജനിക്കും. So there was a promise given that a child will be born. അതിന്റെ അടുത്ത 9ാമത്തെ അധ്യായത്തിലാണ് ഇന്ന് വായിച്ച വാക്യങ്ങൾ. And in next chapter we see these തലമുറയായി ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവർത്തിയാണ് യേശുവിന്റെ ജനനം എന്ന് പറയുന്നത്. So it is a fulfillment of God's promises to our fathers is the birth of Jesus Christ. യേശുവിന്റെ ജനനം നിങ്ങൾ വാസ്തവമായി മനസ്സിലാക്കുന്നെങ്കിൽ ഒരു ആത്മീയ ദൂത് ഞാൻ പറയാം. ഒന്ന്, ദൈവം നിന്നെ സന്ദർശിക്കുകയാണത്.
So if we really understand the birth of Christ, it is the visitation of God. യേശു നിന്റെ വീട്ടിൽ ഒന്ന് ജനിച്ചാൽ, If God is born in your family, നിന്റെ ഹൃദയത്തിൽ ജനിച്ചാൽ, if He is born in your heart, നിന്റെ കുടുംബത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ, if you invite Jesus in your യേശു family, നിന്നെ വിസിറ്റ് ചെയ്താൽ, if God visits you, നിനക്ക് ഉദ്ധാരണമുണ്ടാകും. you will be delivered. നിന്റെ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കും. Your things will start changing. നിന്റെ പാപത്തെ ക്ഷമിച്ചു തരും. And He will forgive your നിന്റെ sins. ഹൃദയത്തിൽ പ്രകാശം കൊണ്ടുവരും. He will bring light to your heart. വർഷങ്ങളായുള്ള പ്രോമിസുകൾ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഫുൾഫിൽ ചെയ്യും. And God will fulfill the promises that has been there for many years. നിന്റെ പടകിലേക്ക് യേശുവിനെ ക്ഷണിക്കാമോ? Would you invite Jesus to your boat? യേശുവിനെ നിന്റെ പടകിലേക്ക് ഒന്ന് ക്ഷണിക്കാമോ എന്ന്? Would you invite Jesus to your boat? നിന്റെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കാമോ? No, would you be willing to invite Jesus? കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. No, you will experience നിന്റെ peace in ജീവിതത്തിൽ your വലിയ life. മാറ്റങ്ങൾ സംഭവിക്കും. You will experience changes. പക്ഷെ താങ്കളെന്ന് ഇങ്ങനെ ധൈര്യത്തോടെ പറയാൻ കാരണം ഞാൻ തന്നെ അനുഭവമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ പറയും, ഈശോ എൻ്റെ വീട്ടിൽ വന്നതിൻ്റെ സന്തോഷവും സമാധാനവും ഉദ്ധാരണവും അല്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല പറയാൻ. So if you ask, why do I preach it so boldly? It's because of I have experienced it in my life. കേട്ടെ, അടുത്ത ആറാമത്തെ ചിന്ത എന്താണെന്നറിയാമോ? യേശു ഭൂമിയിൽ വന്നതുകൊണ്ട് സംഭവിച്ചതായ ആറാമത്തെ ചിന്ത. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നു, നാം ആയുഷ്കാലമൊക്കെയും മോനെ ടൈപ്പ് കിടപ്പുണ്ടോ? 2, 3, 4 ഒക്കെ ടൈപ്പ് ഇട്ടു. 2, 3, 4 ഒക്കെ ടൈപ്പ് ഇട്ടു. ആറാമത്തെ ചിന്ത എന്താണെന്നറിയാമോ? ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും അവനെ ആരാധിക്കാൻ കൃപ ലഭിച്ചു എന്നാ പറയുന്നത്. So God showed us grace by the birth of Jesus Christ so that His people could serve Him without fear in holiness and righteousness for as long as they live. അപ്പം ഇതുവരെ ഈ പഴയ നിയമത്തിൽ ഭയം ഉണ്ടായിരുന്നു ദൈവത്തെ കാണാൻ? So like in the Old Testament were people afraid until then? ഉണ്ടോ? ഭയത്തോടെയാണോ പഴയ നിയമത്തിലെ ആൾക്കാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്? So in the Old Testament were people afraid to go to worship the Lord? പുറപ്പാട് 19 ശ്രദ്ധിക്കണേ നിങ്ങൾ. പുറപ്പാട് 19 in Exodus chapter 19 ദൈവം ഈ മനുഷ്യരെ ഒന്ന് പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. Now God wanted to appear to His people. സീനായി മലമുകളിൽ വന്ന് പ്രമാണം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുക. So God wanted to come and meet with His people in Mount Sinai. ആദ്യമേ കൊടുത്ത ഡയറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പറഞ്ഞു, ഒറ്റയാണ് ഈ പർവ്വതത്തിൽ തൊടിയ പോലും ചെയ്യരുത്. So like the first rule was, that people were so troubled that no one should touch the mountain. കേട്ടെ, എന്റെ സൗണ്ട് ആയിരിക്കും ഏറ്റവും വലിയ സൗണ്ട് ഈ ആലയത്തിൽ പോകുന്നത് എനിക്ക് തോന്നുന്നത്. So I think I am the one with the loudest voice here. വളരെ സോഫ്റ്റ്ലി ആയിട്ടൊക്കെ ദൈവം സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടം. So when God speaks to us, gently we like it. മോളെ, മക്കളെ, കുഞ്ഞല്ലേ, എൻ്റെ തങ്കമല്ലേ, ഇങ്ങനെ കർത്താവ് എന്ന് പറയുന്നതാണ് നമുക്ക് സന്തോഷം. So we like it when God comes to us very gently. പക്ഷെ അന്നത്തെ ആ ദൈവം ഉണ്ടല്ലോ, ഒരു കൂരിരുട്ട് മേഘം സൗണ്ട് കണിപ്പിച്ച വിധങ്ങൾ പറഞ്ഞത് എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. But in the Old Testament, when God appeared, it was big darkness and the thundering and everything. People said, we are even afraid to hear His sound. പുറപ്പാട് 20:19 വായിച്ചേ. In Exodus chapter 20 verse 19. ഉറക്കെ വായിക്കേ. അവർ മോശയോട് പറയാ, അന്നത്തെ അവർ പറയാണേ, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടോളാം. ഇതുവരെ പുള്ളിയുടെ സൗണ്ട് ആയിരുന്നു പ്രശ്നം, മോശയുടെ സംസാരമായിരുന്നു ഈ വിത്തുകൾക്ക് പ്രശ്നം. പക്ഷെ ഇപ്പം പറയാണ് ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തെ അടുക്കലേക്ക് വരാൻ പഴയ നിയമ വിശ്വാസികൾക്ക് ഭയമായിരുന്നു. വചനമാണ് ഞാൻ പറയുന്നത് കേട്ടോ. So Old Testament people, they were afraid to come to God and they were so trembled to hear the Lord speak. ഇന്ന് ഡോക്ടർ റോണി പറഞ്ഞു നമ്മുടെ അപ്പനാണ് ദൈവം. So Dr. Roni was speaking about, like our faithful father. ഫ്രണ്ടാണ് ദൈവം. No, God is our friend, he said. എൻ്റെ എല്ലാമാണ് ദൈവം. That God is our everything. അങ്ങനെയല്ലേ? Isn't it so? ആ ബന്ധത്തിലേക്ക് എങ്ങനെ വന്നേ? No, how did we come to that close relation? ഉന്നതം അടിച്ച് താഴെ ലോകത്തിൽ നമ്മളിലേക്ക് വന്നു. It is because God decided to leave His heaven and come down. എന്നെ പോലെ വിശന്നു. And He became hungry like me. He became thirsty like me. കരഞ്ഞു. He cried like me. എന്നെ പോലെ ഒരു മനുഷ്യനായി തീർന്നു. He became just one among us. ആ
ഭയത്തെ പുറത്താക്കി. And he has expelled fear. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചേ എബ്രായലേഖനം 4:16 വായിച്ചേ. Hebrews chapter 4 verse 16 we can see that. നമുക്ക് വാക്യം കാണാം. എബ്രായലേഖനം 4:14-15 വാക്യങ്ങളിലുണ്ട്. 16 വാക്യം ഞാൻ വായിക്കുന്നു. 15 വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടെ, ശാന്തമായി കേട്ടെ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് നിങ്ങൾക്ക് എപ്പോഴാ ഒരു നീഡ് വേണ്ടെന്ന് പറഞ്ഞാൽ whenever you are in need, just at that time, കൃപ പ്രാപിപ്പാനുമായി, in order to obtain mercy at the right time, boldly, ധൈര്യത്തോടെ എവിടെ ചെല്ലണം? Hallelujah. ഇത് എന്റെ ദൈവമാണ് നിങ്ങൾ ഇമാജിൻ ചെയ്തേ. ഇതാണ് ദൈവമെന്ന് ഇമാജിൻ ചെയ്തേ. So suppose this is my God. പണ്ട് പേടിയ ദൈവത്തിന്റെ അടുക്ക വരാൻ. In the Old Testament people were afraid to come to God. But I can run to him now. ഇന്ന് എനിക്ക് അവന്റെ കാൽക്ക് വന്നിരിക്കാം. Now I can come and sit at his feet. ഇന്ന് എനിക്ക് സങ്കടം പറയാം. I can tell him my worries. കൃപാസനത്തോളം അടുത്ത് എല്ലാ സ്വാതന്ത്ര്യം തന്നത് യേശുക്രിസ്തു ഭൂമി വന്നതുകൊണ്ടാണെന്ന്. It is because of the birth of Jesus Christ that we are given the privilege to enter his throne of grace any time when we need. യോഹന്നാൻ 1:12 കാണാതെ പറഞ്ഞേ പോയിരുന്നു. 1:12 പറഞ്ഞേ. John chapter 1 verse 12 if you know it. എല്ലാ വിശ്വാസം കാണാൻ പഠിക്കണം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ദൈവം മക്കളായി കഴിഞ്ഞാൽ, എൻ്റെ ഫെയ്ത്ത് മുളങ്ങി വന്നേ, മക്കളായി കഴിഞ്ഞാൽ എൻ്റെ മോളാണിത്. ദിസ് ഈസ് മൈ ഡോട്ടർ. എൻ്റെ സ്വന്തം കുഞ്ഞ്. നിങ്ങളെല്ലാം എൻ്റെ മക്കളാണ്. പക്ഷേ എൻ്റെ സ്വന്തം കുഞ്ഞിന് എന്നോട് ചേർന്ന് നിൽക്കാം, എന്നെ കെട്ടിപ്പിടിക്കാം, എനിക്ക് ഉമ്മ വെക്കാം, എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്നോട് ആരും ചോദിക്കില്ല കേട്ടോ. ഇന്ന് പകൽ ഞാൻ ഈ ബന്ധത്തിലേക്ക് വരാം. ഈ പകൽ ഈ സന്ദേശം നിങ്ങളോട് ഞാൻ പറയുന്നു. ദൈവത്തിന്റെ പൈതലായി തീരാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. So when we become the children of God, we have the privilege to come to him any time that we are in need, that no one would question that relationship. എന്താ യേശു ജനിച്ചത് കൊണ്ട് ലഭിച്ചതെന്ന് യോഹന്നാൻ സക്കറിയ പ്രവചിക്കുന്നേ? So what is it that we received according to Zechariah because of the birth of Jesus? ആയുഷ്കാലമൊക്കെയും ചേർന്ന് പറഞ്ഞേ, ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ, ഭയമില്ലാതെ തിരുമുമ്പിൽ പറഞ്ഞേ, വിശുദ്ധിയിലും നീതിയിലും അപ്പാ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. കരമുയർത്തുന്ന സ്തോത്രം ചെയ്തട്ടെ. മക്കളെ, പഴയ നിയമത്തിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ, if we were the ones who lived in the Old Testament, നിങ്ങൾ രാവിലെ വലിയ കാളയെയോ പശുവിനെയൊക്കെ കൊണ്ടഴിച്ചുകൊണ്ട് വരേണ്ടി വന്നേനെ. So you will have to come to the temple in the morning with big lamb or like some. വന്നിട്ട് എവിടെ നിൽക്കും നിങ്ങൾ? And where do you have to stand when you reach? Where do you have to stand when you come? 3 ഭാഗങ്ങളാണ് ഉള്ളത്. So there are 3 divisions for the temple in the Old Testament. ഒന്ന് ആദി, so the most holy place, 2 വിശുദ്ധ holy place, 3 courtyard, and the courtyard pragaram. ഈ courtyardൽ ആർക്ക് വരാം? So in the courtyard who can come? യഹൂദന് വരാം. So if you are a Jew, you can enter the courtyard. മക്കളെ, പശുവിനെ കാളയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ കോർട്ട്യാർഡിൽ കൊണ്ടുവന്ന് പുരോഹിതന്റെ കൊടുക്കണം. So if you lived in the Old Testament, we would all come to the courtyard, and we have to give our sacrifice animal to the പ്രാകാരത്തിൽ വെച്ച് priest. കട്ട് ചെയ്ത് റെഡിയാക്കി ഒക്കെ ശരിയാക്കിയിട്ട് പുള്ളി അകത്തോട്ട് പോയി എല്ലാം കൂടി ചെയ്തിട്ട് തിരിച്ചു വന്ന് പറയും വാട്ട് ഈസ് ദ റിസൾട്ട്. So he'll have to cut that big animal in the courtyard. He'll have to take the one part to go inside and come back and tell us what happened. ഒന്നുകൂടെ പറയാം, കോർട്ട്യാർഡിൽ ആർക്ക് കയറാം? So who can come to courtyard? ഇവിടെ ഇരിക്കുന്ന യഹൂദന്മാരെല്ലാം കൈമുഖ്യം. So how many Jews are here? We are Gentiles. We are all Gentiles. നമുക്ക് എവിടെ കയറാം? So where can we enter to? ആലയത്തിന് പുറത്ത്. So we even have to stand even outside of the courtyard. വാൾ കണ്ടിട്ട് പോകാം. We can only see the walls of the temple. ഞാൻ നിറകണ്ണുകൂടാ പറയുന്നേ. Amen. നിനകത്ത് വന്ന ഹാനമോളെ, നിനക്ക് കരമുയർത്തി പ്രാർത്ഥിക്കാൻ. ജോയൽ മോനെ, മക്കൾ ഇവിടെ നിന്ന് പാടുന്നു. ഞാൻ ഇന്ന് വീഡിയോ പിടിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ഇതിനകത്തൊന്ന് പാടാൻ, ഇൻസ്ട്രുമെന്റ് വായിക്കാൻ, എനിക്ക് ഇവിടെ വന്ന് ഇന്ന് വചനം ഉയർത്തി പറയാൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിയാമോ? എൻ്റെ യേശു ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി തീർന്ന് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് എനിക്കൊരു പുതിയ വഴി കിട്ടി തന്നതോളം നിങ്ങൾക്ക് ധൈര്യത്തോടെ വരാം. Hallelujah. The freedom that we are enjoying today to worship the Lord is hallelujah, hallelujah, hallelujah.
Hallelujah. Thank you, Jesus, for the privilege to worship you, Lord. അങ്ങനെ ആർക്കെങ്കിലും ആ ബന്ധത്തിൽ ആരാധിപ്പാൻ ഇതുവരെ കഴിയുന്നില്ലെങ്കിൽ കുഞ്ഞെ, എൻ്റെ കേൾവിക്കാരെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈശോയെ അങ്ങയ്ക്ക് വേണ്ട ഹൃദയം തരിക, അങ്ങയുടെ മക്കളായി തീരാൻ, മോളായി തീരാൻ, മോനായി തീരാൻ എനിക്ക് ഇഷ്ടമുണ്ടപ്പാ, അങ്ങും എനിക്ക് വേണ്ടി മരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Amen. ഒരു നിമിഷം ശാന്തമായി പ്രാർത്ഥിക്കാൻ പറ്റിയ മക്കളെ, നിന്റെ പാപമെല്ലാം ക്ഷമിക്കും. Hallelujah. നിന്നെ മോളാക്കി ദൈവം മാറ്റും, മോനാക്കി മാറ്റും. മക്കളെ, ഞാൻ പറയുന്നത് കേട്ടെ, എൻ്റെ കേൾവിക്കാരെ കേട്ടെ. നാളെ അടുത്ത ആഴ്ച ഇവിടെ പ്രസംഗിക്കാൻ എനിക്ക് ആരോഗ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പുൽപ്പിറ്റിൽ നിറകണ്ണുകളോടെ യേശുവിന് സുവിശേഷം നിങ്ങോട്ട് പറയുക. യേശുവിനെ ദൈവത്തിൻ്റെ ദൈവമായി കർത്താവായി നിന്റെ ഹൃദയത്തിൽ അംഗീകരിച്ചാൽ നിന്റെ വീട്ടിൽ സമാധാനമുണ്ടാകും. Amen, amen, amen. ഏഴാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. I'll conclude with the 7th point. ഞാൻ വായിച്ച ഏഴാമത്തെ വാക്യം അതാണ്. 78, 79 വാക്യങ്ങൾ. അതാണ് ഇന്ന് ഹാനമോള് പാടിയ പാട്ട്. 78, 79 വാക്യം വായിക്കുമോ? ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്രകരുണയാൽ പിതാവാം ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. എന്താ ഹെഡിങ്? എ സൺറൈസ്, എ ഡോൺ ഫ്രം ഓൺ ഹൈ. ഒരു ഉദയം, ഒരു പ്രഭാത പ്രകാശം നമ്മളെ എന്തിനാ സന്ദർശിച്ചേ? So why this dawn has come to visit us? എന്തിനാ? ഇരുളിലിരിക്കുന്ന മനുഷ്യർക്ക് പ്രകാശം കൊടുക്കാൻ. To give light to those who are in the darkness. നിങ്ങളൊരു മരണനിഴലിലാണോ? If you are in the valley of shadow of death, നിങ്ങൾക്ക് പ്രകാശം തരാൻ God wants to give you light. പ്രകാശം മാത്രമല്ല, Not just light, the way of peace, the സമാധാനത്തിന്റെ മാർഗം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. not just light but also peace. ഞാൻ അവസാനിപ്പിക്കുക, കേറിക്കോ, ഞാൻ ശ്രദ്ധിക്കട്ടെ. ഈശോ ഒരിക്കൽ യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുക. So Jesus was once, going to the Jerusalem temple. ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങളുടെ ഭവന പ്രാർത്ഥനയിൽ വായിച്ചൊരു ഭാഗമാണ് ലൂക്കോസ് 19. So we were reading Luke chapter 19 yesterday in our family prayer. ഈശോ യെരൂശലേമിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ When Jesus reached Jerusalem, ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിച്ചു. this is what the disciples asked, some questions. ഈശോ ലൂക്കോസ് 19, 41, 42, 43 വാക്യങ്ങൾ ഞാൻ In Luke chapter 19 verses 41, 42, 43. ഈശോ ഒരു പട്ടണത്തെ നോക്കി, ഒരു സിറ്റിയെ നോക്കി, ഒരു ആലയത്തെ നോക്കി, കുറെ മനുഷ്യരെ നോക്കി കരഞ്ഞു. So Jesus, cried looking at a city or a temple. കേൾവിക്കാർ കേട്ടെ, ഈശോ കരഞ്ഞു. So Jesus actually cried about that city. അത് മനുഷ്യരെ നോക്കി കരഞ്ഞു എന്നുള്ളത് അടുത്ത വാക്യത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്ത അങ്ങനെയാണ്. So in English we see that he was crying at some people. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. So Jesus said like this, how I wish today that you people would understand. People would understand. നിങ്ങളുടെ സമാധാനത്തിന്റെ വഴി നിങ്ങൾ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു പറഞ്ഞ കർത്താവ് എന്ത് ചെയ്യാ പറയുന്നു? എന്റെ മിണ്ടന്നേ കരയുക. So he said, how I wish that you all people would understand the way to peace for you. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, The next verse said like നിന്റെ this. സന്ദർശനകാലം നീ അറിഞ്ഞിരുന്നെങ്കിൽ, നീ അറിയാത്തത് കൊണ്ടാ നീ ഇന്ന് ഈ പ്രശ്നത്തിൽ കടന്നു പോകുന്നത്. So Jesus also added that it is because you did not understand when God visited you. നീ ഇന്നും ഡാർക്ക്നെസ്സിലാണോ ഇരിക്കുന്നത്? Are we still sitting in the darkness? നിന്നെ യേശു സന്ദർശിച്ച കാര്യം നീ അറിഞ്ഞിട്ടില്ല. You did not recognize when Jesus came to visit you. നീ ഇന്നും മരണനിഴലിലാണോ ഇരിക്കുന്നത്? Are you still in the shadow of death? യേശു നിന്റെ വീട് വിസിറ്റ് ചെയ്യാൻ വന്ന കാര്യം നീ അറിഞ്ഞില്ല. You did not recognize when Jesus came to visit your family. പലവട്ടം പല രീതിയിൽ നിന്റെ വീട്ടിലേക്ക് ഈ സന്ദേശം വന്നു. This message of peace came to you several times through several people. അക്സെപ്റ്റ് ചെയ്യാഞ്ഞതുകൊണ്ട് ഈശോ നിന്നെ നോക്കി കരയുക. So because we were reluctant to accept it, Jesus is crying about us today. കുഞ്ഞെ, നിന്നെ വിസിറ്റ് ചെയ്യാൻ ഞാൻ വന്ന കാര്യം അറിഞ്ഞോ നീ? So child, did you understand that I came to visit you? ഈ ഡിസംബർ മാസത്തിലെങ്കിലും നീ അറിയണം. No, at least now you recognize that visitation. യേശു ജനിച്ചത് നിന്നെ വിസിറ്റ് ചെയ്യാനാണെന്ന്. Jesus came to visit you. നിനക്കൊരു സമാധാന മാർഗം പറഞ്ഞു തരാനാ. To give you the way of peace. നിന്നെ ആ വഴിയിലൂടെ നടത്താനാ. To lead you in that way. നിന്റെ പാതയ്ക്ക് പ്രകാശം തരാനാ. To lighten your dark path. ഇന്നലെയും കഴിഞ്ഞ ദിവസം എന്നോട് ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് നന്നായി അറിയാം. നിങ്ങളോട് പറയാം,
നിന്റെ കുടുംബജീവിതം പണിയാൻ, നിന്റെ കുഞ്ഞുങ്ങളെ നല്ല വഴിയിലാക്കാൻ, നിന്റെ ആത്മഹത്യ മാറ്റാൻ Amen. ഉലകത്തിൽ ഒരു സമാധാന സന്ദേശമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു സന്ദേശം മാത്രമേ ഉള്ളൂ. Hallelujah. കുഞ്ഞെ, നീ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യ. നീ ഒന്നും കൊടുക്കണ്ട. You don't have to give anything to Jesus. ജസ്റ്റ് ബിലീവ് ഹിം. അവനെ നീ വിശ്വസിച്ചിട്ട് പറ, കർത്താവേ, നീ വന്ന് എന്നെ സന്ദർശിക്കാൻ എൻ്റെ വീട്ടിൽ വന്ന് മുട്ടിയത്, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്ക് വന്ന് മുട്ടിയത് ഞാൻ അറിഞ്ഞില്ല കർത്താവേ. എന്നാൽ ഇന്ന് ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കയറ്റുകയാ. മക്കളെ, ഞാൻ എന്നെ കേട്ടെ, എനിക്കറിയാം സമയം ഒത്തിരി പോയി, പക്ഷേ ഒരു കാര്യം പറയാം. ഈ ഹൈവേയിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചില ക്രിസ്ത്യൻ സംഘടനകൾ ഒരു ബോർഡ് കൊണ്ടുവെക്കും, ട്രൈ Jesus. ജീസസ്. So you might have seen billboards in the highways when you drive that it says, try Jesus. ഞാൻ എൻ്റെ കേൾവിക്കാരോട് പറയാം, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. So let me encourage you today. Would you please try him today? യേശു നിന്റെ ഹൃദയത്തിൽ വന്നിട്ട് നിനക്ക് സമാധാന മാർഗം മനസ്സിലായില്ലെങ്കിൽ, സമാധാനത്തിൻ്റെ വഴികൾ നിനക്ക് തുറന്നു തന്നില്ലെങ്കിൽ, നീ എന്നോട് പറ. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, എനിക്ക് സമാധാനം നൽകിയ ദൈവത്തെ എനിക്ക് നന്നായി അറിയാം. If you have tried everything else and did not find peace in your life, you try Jesus and come and tell me. I challenge you that if you don't find the way of peace. വേദനയേറുന്ന നേരം സോദരർ മാറിപ്പോകുമ്പോഴും മാറാത്ത സ്നേഹിതനായി ഒരു യേശു മാറിലിറങ്ങി വന്ന് ചാരി നിൽക്കും. യേശുവിൻ്റെ സന്നിധാനം മാത്രമേ ഉള്ളൂ സമാധാനത്തിൻ്റെ സ്ഥലം. Amen. എല്ലാ കണ്ണുകളും നിമിഷമടച്ചേ, എല്ലാ കണ്ണുകളും നിമിഷമടച്ചേ, എല്ലാ കണ്ണുകളും നിമിഷമടച്ചേ. So all the outer eyes are closed. യേശു എന്തിനാ ഭൂമിയിലേക്ക് വന്നേ? Why did Jesus come to this world? ഈ സ്വർഗത്തിലെ ഉദയം എന്തിനാ നിന്റെ വീട്ടിൽ സന്ദർശിച്ചേ? Why the light came down to visit us? നിനക്കൊരു സമാധാന മാർഗം പറഞ്ഞു To തരാൻ. give you a way of peace. ക്രിസ്മസ് സന്ദേശം ജോയ്, പീസ് ആൻഡ് ഹോപ്പാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, ഈ സമാധാനത്തിൻ്റെ പ്രഭു നിന്റെ വീട്ടിലേക്ക് വരാൻ ഒന്ന് ഹൃദയം ഒന്ന് തുറന്ന് സമർപ്പിക്കാമോ? Would you please open your heart and invite that Prince of Peace into your അവന്റെ family സന്നിധി today? മാത്രമേ ഉള്ളൂ സമാധാന സ്ഥലം. It is only in His presence that you will find peace.